ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സക്കരിയ മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തിയത്. കർണാടക പോലീസിലെ 10 പേരും സക്കരിയക്കൊപ്പം പരപ്പനങ്ങാടിയിലെത്തിയിട്ടുണ്ട്. സഹോദരൻ മുഹമ്മദ് ഷെരീഫിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ബംഗളൂരു NIA കോടതി പ്രത്യേകാനുമതി നൽകിയത്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും വീട്ടിലും വിവാഹ ഹാളിലും മാത്രമേ പോകാവൂവെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാട്ടിലേക്ക് വരുന്നതിനുള്ള ചെലവ് സ്വയം വഹിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 2008 ബംഗളൂരു സ്ഫോടന കേസ് നടന്നത്. 2009 ഫെബ്രുവരി 5 സക്കരിയ ജോലി ചെയ്തിരുന്ന തിരൂരിലെ കടയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. UAPA ചുമത്തിയതിനാൽ ജാമ്യം ലഭിക്കില്ല. ബംഗളൂരു സ്ഫോടനത്തിന് ആവശ്യമുള്ള ടൈമറുകളും മൈക്രോചിപ്പുകളും നിർമ്മിച്ചു നൽകിയെന്നാണ് സക്കരിയക്കെതിരായ കേസ്. സക്കരിയയെ 8ാം പ്രതിയായാണ് അറസ്റ്റ് ചെയ്തത്. സക്കരിയ പരപ്പന അഗ്രഹാര ജയിലിലാണ് തടവിൽ കഴിയുന്നത്. ബംഗളൂരു സ്ഫോടന പരമ്പരയിൽ സക്കരിയക്ക് പങ്കില്ലെന്ന് വീട്ടുകാരും നാട്ടുകാരും പറയുന്നു. സക്കരിയയുടെ മോചനത്തിനും നിയമസഹായത്തിനുമായി ഫ്രീ സക്കരിയ ആക്ഷൻ ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിചാരണ അനന്തമായി നീണ്ടുപോവുകയാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.